മെറ്റ കമ്പനി 8,000 പേരെ പിരിച്ചുവിടുന്നു. ഇന്റേണലായി അവർ മെമ്മോ കൊടുത്തു കഴിഞ്ഞു. മെയ് മാസത്തിൽ അറിയാം ഏതൊക്കെ യൂണിറ്റിലെ ആർക്കൊക്കെയാണ് ജോലി നഷ്ടപ്പെടുന്നതെന്ന്. മെയ് മാസത്തിലാണ് അറിയാൻ പറ്റുക. 6,000-ഓളം വേക്കൻസികൾ ഫില്ല് ചെയ്യേണ്ട, ഇനി കിടക്കുന്ന 6,000-ഓളം വേക്കൻസികൾ ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ 8,000-ഉം 14,000 പേർക്കുള്ള അവസരമാണ് മെറ്റയിൽ പോകുന്നത്. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആപ്പിൾ കമ്പനിയിൽ ഇതുപോലെ സംഭവിക്കുന്നു. മൈക്രോസോഫ്റ്റിൽ 10,000-ങ്ങളെ പിരിച്ചുവിടുന്നു. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ട് TSCയിൽ പിരിച്ചുവിടലിൻ്റെ ഒരു ഭീഷണിയുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് AI-യുടെ ഒരു കാര്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. AI-ക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഇതിനകത്ത് വലിയ പങ്കുണ്ട്. കാരണം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന 1000 പേര് ചെയ്യുന്ന കാര്യം ഒരു മെഷീൻ ചെയ്യുമെങ്കിൽ സ്വാഭാവികമായിട്ട് 1000 പേരുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ വ്യാപകമായ പിരിച്ചുവിടൽ ഭീഷണിയിലാണ് IT മേഖലയുള്ളത്. മാത്രമല്ല യുദ്ധവും ഒരു പ്രധാന ഘടകമാണ്. അമേരിക്കയിൽ ഉണ്ടാകുന്ന മാന്ദ്യം, പെൻസിൽവാനിയ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തിരിച്ചടിയും മാന്ദ്യവും ഒരു ഘടകമാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം അതും ഒരു ഘടകം തന്നെയാണ്. അത് പക്ഷേ പ്രധാന ഘടകമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതും ഈ ആഗോളതലത്തിൽ IT മേഖലയെ തിരിച്ചടിക്കുന്നതിനുള്ള ഒരു ഘടകമായി നിൽപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലാണ് പിരിച്ചുവിടൽ ഭീഷണിയിലേക്ക് പോകുന്നത്. ഈ മേഖലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ദൗർബല്യവും, പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ കോളേജ് ക്യാമ്പസിൽ വച്ച് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി വളരെ വലിയ ശമ്പളത്തിന് പോകാൻ പറ്റും. ചെന്ന് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലടക്കം ഏറ്റവും കുറഞ്ഞത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെങ്കിലും പോയി നല്ല പരിശീലനം കിട്ടും. പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ ടീം ലീഡർ, എക്സിക്യൂട്ടീവ്, ഇങ്ങനെ പല നല്ല പേരുകൾ കിട്ടും. അപ്പോൾ നല്ല പേര്, നല്ല പരിശീലനം, നല്ല പെർക്സ് കിട്ടും. അതുപോലെ മറ്റ് സൗകര്യങ്ങൾ കിട്ടും. പിന്നെ ഈ മാനേജ്മെൻറ്റിനകത്തൊരു തിയറിയുണ്ട്. അതും കൂടി നമ്മൾ IT മേഖലയിൽ കാണുന്നതാണ്. IT എല്ലായിടത്തും കാണുന്നതാണ്. 3 തിയറിയാണ് നമ്മുടെ ലോകത്ത് ഭരിക്കുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ ഒരു മാനേജ്മെൻറ്റ് തിയറിയുണ്ട്. എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങളായാലും ഓഫീസിൽ അവരങ്ങനെ തന്നെയാണ് നയിക്കുന്നത്. പിന്നെ അവിടെ ഒരു ഹൈറാർക്കിയാണ്, ബോസ് റിലേഷനാണ്. നമുക്ക് മുതലാളി അതിൻ്റെ ഓണറെ കയറി ബോസ് പേര് വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് സാറെന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബോസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പേരെന്ന് വിളിക്കാം. പള്ളി ഭയങ്കര ഹൈറാർക്കിയാണ്. ഒരു ടീം ഹൈറാർക്കി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിലൂടെയാണ് അവർ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. മുകളിലുള്ള ഓഫീസറുടെ അധികാരവും അച്ചടക്കവും പ്രയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയുടെ മാനേജ്മെൻറ്റ് തിയറി അങ്ങനെയല്ല. ആരെയും പേര് പറഞ്ഞ് വിളിക്കാം, ബോസിനോടൊപ്പം ഇരുന്ന് മദ്യപിക്കാം, മറ്റൊരുപാട് സ്വാതന്ത്ര്യം. അതായത് ജോലി പിന്നെ ഒരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞാൽ ഒരുപാട് സ്വാതന്ത്ര്യം. അത് മദ്യപിക്കുന്ന കാര്യത്തിൽ, സെക്സിൻ്റെ കാര്യത്തിൽ, ഇൻ്റർ റിലേഷനുകളുടെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ ആ ഒരു കാര്യവും കമ്പനി തിരക്കത്തില്ല. അതെല്ലാം ലെഷറിൻ്റെ ഭാഗമായിട്ടൊക്കെ വിടും. അതൊക്കെ ഒരു എൻജോയ് ചെയ്യാനുള്ള മേഖലയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനികൾക്ക് നല്ല എന്ത് കിട്ടിയാൽ മതി, ടാർഗറ്റ് കിട്ടിയാൽ മതി. നല്ല ബാക്കി എന്തോ ആയിക്കൊണ്ടും എന്താകാം എന്ന്. അത് സഭ്യവും സഭ്യേതരവും ആചാരവും സദാചാരവും ഒക്കെ, സദാചാര വിരുദ്ധവും ഒക്കെ നടക്കാറുണ്ട്. അത് നമ്മൾ പല കഥകളും പറയുന്നത്. അത് ഞാൻ ടെക്നോ പാർക്കിൽ നിന്ന് തന്നെ പല കഥകളുമുണ്ട്. പിന്നെ നമ്മൾ നല്ല പ്രമുഖമായൊരു സ്ഥാപനമായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അല്ലെങ്കിലും വളരെ മോശമായ ഒരുപാട് സ്റ്റോറികൾ ടെക്നോ പാർക്കിൽ നിന്ന് തന്നെ നമ്മളടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുന്നില്ല, വീഡിയോ ചെയ്യുന്നില്ല. എന്തായാലും 24 മണിക്കൂറും വൈദ്യുതി, 24 മണിക്കൂറും വെള്ളം, പിന്നെ റോഡ് കണക്ടിവിറ്റി, അവിടത്തേക്കുള്ള വാഹന സൗകര്യങ്ങൾ, ഒരുപാട്, പിന്നെ സ്ഥലം, കണ്ണായ സ്ഥലത്തുള്ള സ്ഥലം കൊടുക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യം. ഇപ്പോൾ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് വന്നപ്പോൾ പള്ളിപ്പുറ ഏലായും കഴക്കൂട്ടത്തുള്ള ഏലായും ഒക്കെ നന്നായി നികത്തിയിട്ടാണ്, പാടശേഖരം നികത്തിയിട്ടാണ് ട്രാൻസ്ഫോമർ വെച്ച് അവിടെ വൈദ്യുതിയെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സമൂഹം വലിയ വില കൊടുത്തിട്ടാണ് ടെക്നോ പാർക്കുകൾ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ അതിനകത്ത് നടക്കുന്ന ജോലി സമൂഹത്തിന്, അതാത് സമൂഹത്തിന്, പ്രാദേശിക സമൂഹത്തിനോ സ്റ്റേറ്റിനോ രാജ്യത്തിനോ എത്ര കണ്ട് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഗ്ലോബലാണ് അതിൻ്റെ പിന്നെ ഔട്ട്പുട്ട് പോകുന്നത് ഗ്ലോബൽ ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമുണ്ട് എന്നുള്ള വേറെ ചോദ്യമുണ്ട്. ഇവിടുത്തെ വ്യവസായം, ഇവിടുത്തെ കൃഷി, ഇവിടുത്തെ കുടിവെള്ളം, ഇവിടുത്തെ ശുചിത്വം, അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്നതിന് ടെക്നോ പാർക്കുകൾക്ക്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർക്ക്, ഇൻഫോസിസുകൾക്ക് എന്ത് പങ്കുണ്ടെന്ന് ചോദിച്ചാൽ അത് വേറൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നില്ല. പക്ഷേ വ്യാപകമായ പിരിച്ചുവിടൽ ഭീഷണിയിലാണ്. അത് മെറ്റയിലായാലും മൈക്രോസോഫ്റ്റിലായാലും അവർ ആൾറെഡി തീരുമാനമെടുത്ത് മെമ്മോ അയച്ചു കഴിഞ്ഞു. ഇനി ആരൊക്കെയാണ് പിരിച്ചുവിടുന്നതെന്നുള്ളത് മെയ് മാസത്തിലാണ് അറിയാൻ കഴിയുക. അങ്ങനെ ഒരു തൊഴിൽ അനിശ്ചിതത്വമുണ്ട്. ഒരു വശത്ത് നല്ല പ്രക്സ് കിട്ടുന്നു, നല്ല മിടുക്കരായിട്ടുള്ളവർക്ക് പോകാൻ പറ്റും. പക്ഷേ എപ്പോഴും ഹീമോഗ്ലോസിൻ്റെ വാള് പോലെ ഒരു സാധനം മുകളിൽ കിടക്കുക. ഉറങ്ങുമ്പോഴും ഒരു പാമ്പിൻ്റെ പേടി എന്ന് പറഞ്ഞ പോലെ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ പിരിച്ചുവിടൽ, അല്ലെങ്കിൽ കമ്പനി മതിയാക്കുമോ, സ്റ്റാഫ് സ്ട്രെങ്ത് കുറയ്ക്കുമോ, നമ്മളെ പിരിച്ചുവിടുമോ എന്ന് ഓരോ ഉദ്യോഗസ്ഥനും ഓരോ ദിവസം ഉറങ്ങുമ്പോഴും ടെൻഷനുള്ള ഒരു ജോലി കൂടിയാണ് ഈ മേഖലയിലുള്ളത്. എന്നാൽ അവർ എലൈറ്റ് ഗ്രൂപ്പായി സമൂഹത്തിൽ വലിയ രീതിയിൽ നടക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട്.
എന്തായാലും ഈ ത്രെഡുണ്ട്. പക്ഷേ ഇപ്പോൾ മെറ്റ കമ്പനി ആവട്ടെ, അതുപോലെ തന്നെ അത് പിന്നെ മൈക്രോസോഫ്റ്റ് ആവട്ടെ, മറ്റ് കമ്പനികളാകട്ടെ, അവർ ആളുകളെ പിരിച്ചുവിടുന്നതിൻ്റെ പ്രധാന കാരണം AI ബന്ധപ്പെട്ടതും സാമ്പത്തിക മാന്ദ്യവുമൊക്കെയാണ്. അതിലൊരു ഘടകം, ഒരു ആക്സിലേറ്ററി ഘടകമായി യുദ്ധവും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ്, വലിയ ഭീഷണിയാണ് ഈ കമ്പനികളിൽ IT കമ്പനികളിൽ പിരിച്ചുവിടലിലൂടെ നേരിടുന്നത് എന്നുള്ളത് വളരെ പ്രതിസന്ധിയാണ്. ഇനി 6000-ഓളം പേരെ പോസ്റ്റ് ചെയ്യാനുള്ളത് മെറ്റ കമ്പനി നിർത്തിവെക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നില്ല. മൈക്രോസോഫ്റ്റിലും പോസ്റ്റിംഗ് നടക്കുന്നില്ല. TCSൽ ഇതുപോലെ നടക്കുന്നു, ഇൻഫോസിസിൽ നടക്കുന്നു. എല്ലാ കമ്പനികളിലും, ടെക്നോ പാർക്കുകളിലെ വിവിധ കമ്പനികളിലൊക്കെ ഒരു വശത്ത് ജോലി കൊടുക്കുന്നു, മറുവശത്ത് പിരിച്ചുവിടൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. അവർക്ക് തൊഴിലാളി യൂണിയനുകളൊന്നുമില്ല, യൂണിയനുകൾ എളുപ്പവുമല്ല. കാരണം എല്ലാ വിദേശ കമ്പനികളുമൊക്കെയാണ് അവർ വരുന്നത്. ഇവിടുത്തെ തൊഴിലാളി യൂണിയനെ കണ്ടുകൊണ്ടോ യൂണിയൻ പ്രവർത്തനമൊന്നും കണ്ടാലൊന്നും നിൽക്കുന്നതല്ല, അത് പ്രായോഗികമല്ല. വിദേശ കമ്പനികൾ രാജ്യത്ത് വന്ന് അവിടെ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ തൊഴിലാളി യൂണിയനൊക്കെ ഉണ്ടാക്കി അവരിൽ നിന്ന് ആർബിട്രേഷൻ ഒക്കെ വഴി അല്ലെങ്കിൽ കേസ് കൊടുത്തുമൊക്കെ പണമുണ്ടാക്കുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരുപാട് നിയമങ്ങൾ കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരുകൾ അത്രയും കർശന നിയമമായാൽ കമ്പനികൾ വരികയുമില്ല. അപ്പോൾ ഇത് വളരെ ലൂസായി നിയമങ്ങൾ ഉണ്ടാക്കുള്ളതാണ് ഈ കമ്പനികളൊക്കെ വരുന്നവരെ നമുക്ക് ടാക്സ് ചെയ്യാനും പറ്റുന്നില്ല, അവരെ ഫ്രസ്ട്രേഷൻ കൊടുക്കാനും പറ്റുന്നില്ല. ഈ മുഴുവൻ ഫ്രസ്ട്രേഷനും കിട്ടുന്നത് ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്.